അമേസിങ് സബ്ജക്റ്റ്. മിഥുൻ മാനുവൽ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറുടെ ഒരു മാജിക്കാണ് കണ്ടിരിക്കുന്നത് സ്ക്രിപ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇറ്റ്സ് അമേസിങ് സ്ക്രിപ്റ്റിംഗ്. കാരണം നിങ്ങൾക്കറിയാം മിഥുൻ ചേട്ടനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബട്ട് അതിനേക്കാൾ ഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡയറക്ഷൻ എന്നും പറയാനില്ല. ആൻഡ് BGM ആൻഡ് മ്യൂസിക് അതും എനിക്കൊന്നും പറയാനില്ല. കാരണം ഇറ്റ്സ് അമേസിംഗ് ആണ്. പിന്നെ പറയാനുള്ളത്, നിങ്ങളെല്ലാവരും കാത്തിരുന്ന ആ ട്വിസ്റ്റ് ഉണ്ട്. ആരായിരിക്കും മമ്മൂക്ക എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. സോ മമ്മൂക്ക അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജയറാമേൻ്റെ ഏറ്റവും വലിയൊരു തിരിച്ചുവരവാണ് ഈ മൂവിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇറ്റ്സ് അമേസിംഗ് സബ്ജക്റ്റ്. അതൊരു നല്ലൊരു സബ്ജക്റ്റാണ്, നല്ലൊരു ഡ്രാമയാണ്. ഇറ്റ്സ് ഓസം. എല്ലാവരും എടുത്ത് പറഞ്ഞു. കാരണം എല്ലാവർക്കും ഇമ്പോർട്ടൻറ്റ് കൊടുത്താണ് ഈ മൂവിയിൽ ചെയ്തിരിക്കുന്നത്. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മൾ ആരെയും മറക്കില്ല എന്നുള്ളത് ഏറ്റവും വലിയ സത്യം. പിന്നെ ആ ഒരു എൻഡിങ് പോയിന്റിൽ വീണ്ടും നമുക്ക് വേണ്ടിയിട്ടൊരു ട്വിസ്റ്റ് വിട്ട് വന്നിട്ടുണ്ട്. സോ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ഇത് തിയേറ്റർ വിസിറ്റ് ചെയ്യണം, നിങ്ങൾ വാച്ച് ചെയ്യണം. സോ താങ്ക് യു. എൻഡിങ് അവർ ആ ഒരു ക്ലൈമാക്സ് വരെ ആ ഒരു സസ്പെൻസ് അവർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നുവെച്ചാൽ അതുപോലെ അവർ നിർത്തിയത്. എന്തായിരിക്കും അടുത്തതെന്ന് അറിയാനായിട്ട് ഭയങ്കര ആകാംക്ഷയുണ്ട്. മീൻസ് മമ്മൂട്ടിയുടെ എൻട്രി ആയാലും ശരി തന്നെ, അതുകൊണ്ട് ഓരോ ചെറിയ റോൾ ചെയ്ത ആൾക്കാരായാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അവരകത്ത് വെച്ചിട്ടുണ്ട്. മീൻസ് സൈഡ് റോളായിട്ട് മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. ചെറിയ ക്യാരക്ടർ ചെയ്ത ആൾക്കാർക്ക് വരെ അതിനകത്ത് ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാവരും വളരെ നല്ലോണം പെർഫോം ചെയ്ത് വളരെ നല്ലതായിരുന്നു. പിന്നെ പഴയ സോങ് അവർ റീക്രിയേറ്റ് ചെയ്തതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ല രസമുണ്ട്. കുറേ നാളിന് ശേഷം ആ സോങ് വീണ്ടും ഒന്നുകൂടി കേട്ടപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് ഒത്തിരി പഴയ സോങ് അല്ലേ, ഭയങ്കര അടിപൊളിയായിരുന്നു. തീർച്ചയായിട്ടും സൂപ്പറായിരുന്നു. പുള്ളിയുടെ ഗെറ്റപ്പ് അതെല്ലാം അടിപൊളി. പുള്ളിയുടെ ഹെയർ സ്റ്റൈലായാലും ഡ്രസ്സിങ് സ്റ്റൈലായാലും ഒക്കെ അടിപൊളിയായിരുന്നു. നല്ലായിരുന്നു. കറക്റ്റ് ടൈമിലാണ് പുള്ളി എൻട്രി ചെയ്തത്, കറക്റ്റ് ടൈമിലാണ് പുള്ളിയുടെ എക്സിറ്റ്. എല്ലാം സൂപ്പറായിരുന്നു. മമ്മൂട്ടീനെ കണ്ടപ്പോഴത്തേക്കും എന്താ പറയുക, ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ഫീലില്ല. അവരൊരു ദേഷ്യം അങ്ങനൊന്നുമില്ല നമുക്ക്. പക്ഷെ എന്നാലും നമുക്ക് എന്തോ അവർ രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആവേശം തോന്നി. ഒരു അടിപൊളി കോമ്പിനേഷൻ തോന്നിയിട്ടുണ്ട്. എന്താ സൂപ്പർ 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 അടിപൊളിയായിരുന്നു. തിയേറ്ററിൽ തന്നെ പോയി കാണണം, എല്ലാവരും കാണണം. എന്താ കേട്ടില്ല. ഞാൻ ചെറുതായിട്ട് മാത്രമേ അറിഞ്ഞുള്ളൂ. പിന്നെ ഞാൻ ജയറാമേട്ടൻ്റെ ഇൻ്റർവ്യൂ കണ്ടു. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ജയറാമേട്ടൻ പറയുന്നുണ്ട് നമുക്ക് വരുന്ന എൻട്രി എന്ന് പറഞ്ഞാൽ ഒരു ഓസം എൻട്രിയാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു എപ്പോഴായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, എപ്പോഴായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡ് ടൈം ആയപ്പോഴാണ് പുള്ളിയുടെ എൻട്രി വന്നപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു ബൈ ഗോഡ് സൂപ്പർ എൻട്രിയാണ്. കറക്റ്റ് ടൈമിംഗാണ് പുള്ളിയുടെ എൻട്രി. ഭയങ്കര ഓസം എൻട്രി ആയിരുന്നു. നമ്മൾ പറഞ്ഞില്ല, നമ്മൾ സാധാരണ പറഞ്ഞ ഫാൻസുകാർ കൈയടിക്കാതെ നമ്മളൊക്കെ ആര് കണ്ടാലും മമ്മൂക്കിൻ്റെ എൻട്രി ആണ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കൈയടിച്ചു. അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് എൻട്രി ചെയ്യുന്നത്. മമ്മൂക്കിൻ്റെയും ജയറാമിൻ്റെ ആ ഒരു ഫസ്റ്റ് കാണുന്ന ഒരു മീറ്റിങ്ങിൻ്റെ ഒരു എൻട്രി ടൈമുണ്ട്. അടിപൊളിയായിരുന്നു. നല്ല അഭിപ്രായമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അകത്തിരുന്ന് എല്ലാവരും പറഞ്ഞോട്ട് നല്ല മൂവിയാണ്. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞോട്ട് വളരെ നല്ല മൂവിയാണ്. അടുത്ത് എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. നല്ലോണം സസ്പെൻസ് ഒരു കീപ്പ് ചെയ്തു. ആഗ്രഹമുണ്ട്. അതിൻ്റെ ക്ലൈമാക്സ് അവർ അങ്ങനെ കൊണ്ട് നിർത്തിക്കുന്നത്. നമ്മളൊരു വായിച്ചു തരാത്തൊരു പുസ്തകം കണക്ക്. മീൻസ് പകുതി വെച്ച് പുസ്തകം തീർന്നു പോയി. ഇനി പുതിയ അടുത്ത എഡിഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ നല്ല തീർച്ചയായിട്ടും കാണും. നല്ല സിനിമ, അടിപൊളി സിനിമ. ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉണ്ട് സസ്പെൻസ് ആണ്, അത് പറയാൻ പറ്റില്ല.